അപ്പം നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. മോൾഡിവിയൻ റുഫിയ ഞാൻ പരിചയപ്പെടുത്തി തരാവേ. അപ്പോൾ ഒരു റുഫിയ എന്ന് പറയുന്നത് 5.54 ആണ്. പക്ഷേ ബാങ്ക് റേറ്റ് നമുക്ക് 5.48 നമുക്ക് നാട്ടിലേക്ക് SBIയിലേക്ക് പൈസ അയക്കാൻ പറ്റുക. അതായത് വെറും $300 മാത്രമാണ് കേട്ടോ മോൾഡീവ്സിൽ നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത്. SBI ബാങ്ക് മാത്രമേ ഉള്ളൂ നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കാനായിട്ട്. ബാക്കി പൈസ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഡോളേഴ്സ് ആണെങ്കിൽ കിട്ടാനുമില്ല, ഭയങ്കര റേറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 5 റുഫിയ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5.54 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇന്ത്യൻ റുപ്പി എത്രയെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ആണ് 5 റുഫിയ, ഇത് 10 റുഫിയ കേട്ടോ. രണ്ട് സൈഡും ഞാൻ കാണിച്ചു തരാവേ. ഒരു പ്ലാസ്റ്റിക് ഇതുള്ളതാണ്. അപ്പോൾ നനഞ്ഞാലിത് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ രൂപ പോലെയല്ല കേട്ടോ. ഇത് 20 റുഫിയാണ്. ഇതിൻ്റെ രണ്ട് സൈഡും. ഇത് 50 റുഫിയ കേട്ടോ. കണ്ടോ, 50 റുഫിയ. ഇതാണ് 100 റുഫിയ. ഞാൻ ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട് കെട്ട് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ നോട്ട്. 500 റുഫിയ. ഒരു ഫ്ലവർ പോട്ട്, ഒരു അല്ലാക്കൂർ ആർട്ട് പോലെയൊക്കെ ഉണ്ട്. ഇവിടെ അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്താണ്ടൊക്കെയോ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഇതായതുകൊണ്ട് നമുക്കിത് കൊണ്ടുനടക്കാനും അല്ലെങ്കിൽ മഴ നനഞ്ഞാലോ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് റുഫിയ. നമ്മുടെ നോട്ട് നോക്കുവാണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ നോട്ട് ഉണ്ടോയെന്നൊന്നും എനിക്കറിയാൻ മേല കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ATM കാർഡൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടേ ഭാഗ്യത്തിന് ഒരു 20ഉം 50ഒക്കെ ഉണ്ട്. ഇതാട്ടോ എൻ്റെ കയ്യിലുള്ള നാട്ടിലെ രൂപകൾ. നമ്മുടെ നാട്ടിലെ നോട്ട് നോക്കി നോക്കും. നമ്മുടെ നാട്ടിലെ 20 റുഫിയ എന്ന് പറയുന്നത് ഇതും ഇവിടുത്തെ 20 റുഫിയ എന്ന് പറയുന്നത് ഇതും വ്യത്യാസം നോക്കി നോക്കൂ. ഇതെൻ്റെ അമ്മ എനിക്ക് തന്നതാട്ടോ. വളരെ പഴയ നോട്ടാണ്. എനിക്ക് തോന്നുന്നത് ഇതാണെന്ന്